ടച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് വലിച്ച് അത് റിമൂവ് ചെയ്യാം. പിരികത്തിൻ്റെ അവിടുത്തെ സ്കിന്ന് കുറച്ച് സാഗി ആയിരിക്കുള്ളൂ. സോ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം, ഇല്ലെങ്കിൽ കട്ട്സ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ടിപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ താഴത്തെ ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ കൺമഷിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പെൻസിൽ കൺമഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് ഔട്ട്ലൈനിൽ പുറത്തുള്ള ഹെയർസ് ഇതേപോലെ റിമൂവ് ചെയ്താൽ മതി. ഞാനിത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഹെയർ റിമൂവൽ ചെയ്യേണ്ടത് ഫേസ് റേസർ കൊണ്ട് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ഇതേപോലെ താഴത്തെ എക്സ്ട്രാസ് കളഞ്ഞിട്ട് മുകളിലത്തെ ഷേപ്പ് കൊടുക്കാം. മുകളിലത്തെ ഹെയർസാണ് നമ്മൾ ആക്ച്വലി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ബ്ലേഡ് ഇതേപോലെ നമ്മുടെ നെറ്റിയുടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതേപോലത്തെ മോഷനിൽ വേണം പോവാൻ. ഒറ്റയടിക്ക് നിങ്ങൾ ഷേപ്പ് കൊടുക്കാൻ നോക്കരുത്. മീൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിയും കുറയ്ക്കുകയും വേണമെങ്കിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വൺസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഒരു ഹെയർ വളരുന്ന വരെയും പിരികത്തിൻ്റെ കാത്തിരിക്കേണ്ടി വരും. സോ നമ്മൾ സ്ലോലി ആൻഡ് സ്റ്റഡിലി വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഞാൻ ടിപ്സ് കൊണ്ട് ഇതേപോലെ താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ എക്സ്ട്രാ ഹെയർസൊക്കെ വേഗം തന്നെ റിമൂവ് ആയിട്ട് വരും. ഈ ഒരു റേസർ കൊണ്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടൈം മുതൽ പിന്നീട് ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ സ്വയമേ വീട്ടിൽ നിന്ന് തന്നെയാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യാറുള്ളത്. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയ അതേ രീതിയിൽ തന്നെ റേസർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിന് കുറച്ച് പ്രാക്ടീസ് അത്യാവശ്യമുണ്ട്. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട്. സോ താഴോട്ട് ഞാൻ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ പിരികം എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് താഴോട്ടേക്ക് വലിക്കരുത്. സോ എനിക്ക് ഇത്രയും ഒരു ഷേപ്പ് മതി. ഞാൻ ഓൾറെഡി കുറച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് മുടി കിളിർത്ത് വന്നേക്കുന്നത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ നിർത്താണ്. സോ സ്റ്റാർട്ടിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഷേപ്പ് കൊടുക്കാൻ. അതായത് ഇതേപോലെ ബ്ലേഡ് ടച്ച് ചെയ്തിട്ട് താഴോട്ട് വലിക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ ബ്ലേഡ് എഡ്ജിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് നോക്കുക. താഴോട്ട് വലിച്ചു കൊടുത്താൽ മതി. സോ അതും ഒരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ എക്സ്ട്രാസ് ഒക്കെ കാണുകയാണെങ്കിൽ ടിപ്പ് കൊണ്ട് തന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും സ്ലോ മോഷനിൽ ചെയ്യാൻ നോക്കുക. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഷേവിങ് ആയിട്ട് മീൻസ് വടിച്ച് പോയാൽ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ എൻഡിലുള്ള ഹെയർസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത അതേ ഫീല് കിട്ടും കേട്ടോ. ആ എണീറ്റ് നിൽക്കുന്ന പോലത്തെ ഹെയർസ് ഉണ്ടല്ലോ പിരികത്തിൽ, അത് മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും.